ഹിറ്റ് മേക്കർ ലിജോ ജോസ് ആൻഡ് അഭിനയ ചക്രവർത്തിയായ ലാലേട്ടൻ ഒത്തുചേർന്നപ്പോൾ സർ ആസ് എ പ്രൊഡ്യൂസറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി ഒന്നും സഞ്ചരിച്ചല്ല ഇതിലെത്തിയത്. ഇതൊക്കെ യാദൃശ്യമായി സംഭവിച്ചാണ്. ലാലുമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള പരിചയവും സ്നേഹവും അതൊരു സിനിമയിലേക്ക് എത്തിച്ചു. അവിടെ അവിചാരിതമായി ഇന്ത്യയെ കണ്ട് അവർ തമ്മിൽ കണ്ടുകിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ബിക്കോസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, നമുക്ക് പലപ്പോഴും ഒരു സൈൻ ലാംഗ്വേജ് ഒക്കെയാണെന്ന് തോന്നും. പക്ഷേ ലിജോയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ലാലിന് മനസ്സിലാവും. ലാലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടതെന്നുള്ളത് ലിജോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി. മാത്രമല്ല ഈ സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഈ എൻറ്റയർ ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സോ യു ആസ് എ പ്രൊഡ്യൂസർ വാട്ട് ഹാസ് ബീൻ യുവർ വിഷൻ ടു ഗോ ഫോർവേഡ്? ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇത് തുടങ്ങിയത് രാജസ്ഥാനിൽ കഴിഞ്ഞ ജാനുവരി 18, ഇന്നേക്ക് ഒരു വർഷം മുമ്പ്. അത് കൊടും ശൈത്യമാണ്. നമുക്കറിയാം ഡെസേർട്ടിൽ ഉള്ള തണുപ്പ്. രാത്രികാലങ്ങളിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഷൂട്ടുണ്ട്. ഇവരുടെ ഈ കോസ്റ്റ്യൂം കൊണ്ടറിയാം വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കുന്നില്ല. വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കാതെ തന്നെ ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഈ ഷൂട്ടിംഗ് അവസാനിച്ചപ്പോൾ ചെന്നൈയിൽ, പോണ്ടിച്ചേരിയിൽ, സിഞ്ചി ഫോർട്ടിൽ അവസാനിക്കുമ്പോൾ കൊടും ചൂട് അതിനെ അവഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പൊടിക്കാറ്റടിച്ചു. അങ്ങനെ നിർത്തേണ്ടി വന്ന പലർക്കും പണിയുണ്ടായി. സിനിമയിൽ ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ ഇതുപോലെ പൊടിയടിച്ച് പലർക്കും പനിയുണ്ടായി, രോഗമുണ്ടായി. അങ്ങനെയെല്ലാം അതിജീവിച്ചു. പക്ഷെ എല്ലാവരും കൂട്ടായ്മയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും അച്ഛൻ എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് പോണ്ടിച്ചേരിയിൽ ഷൂട്ടിംഗ് നടന്നിട്ടാണ്. സിഞ്ചി ഈ കഥയിൽ ഒരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തിയിരുന്ന എല്ലാവർക്കും അറിവുള്ളത്. അതിന്റെ ഭാഗമായി ലൊക്കേഷനിൽ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് 2000-ൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ അങ്ങോട്ട് ചെന്നിറങ്ങുന്നേ ഉള്ളൂ. ഞാൻ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് കൂട്ട ഓട്ടമാണ്. എല്ലാവരും കൂടെ. ലാൽ മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ബാക്കി എല്ലാവരും കൂട്ട ഓട്ടമായി ഇങ്ങോട്ട് വരികയാണ്. എല്ലാവരെയും കടന്നലാണോ തേനീച്ചയാണോ എന്നുള്ളത്. ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റി നിന്ന് ആ മൊബൈൽ വാങ്ങിച്ച ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാർ നോക്കിയപ്പോൾ വേറെ ഒരു കടന്നൽ കൂട് കണ്ടു. അതിലേക്ക് 4 കല്ല് വലിച്ചെടുത്തു. ആ കടന്നലെല്ലാം കൂടെ വന്ന് കൊത്തിപ്പറിക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞ മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്നത് എൻ്റെ മകന്റെ മുഖമാണ്. എൻ്റെ മകനാന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നത് പോലെ കടന്നൽ കുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല മണികണ്ഠൻ, എൻ്റെ മുമ്പിൽ മണികണ്ഠൻ ഇവിടെ ഉണ്ട്. മണികണ്ഠന്റെ അവസ്ഥയും അത് അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മുഖം കണ്ടാൽ ഭയം തോന്നുന്ന നിലയിലേക്ക് മാറിയത്. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതുപോലൊരു പ്രദേശത്ത്, ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേരെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ ചലഞ്ച് സത്യം പറഞ്ഞാൽ ഏറ്റവും ആശങ്ക തോന്നിയ ഒരു സന്ദർഭമാണ്. അങ്ങനെ ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട്. ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് നിർത്തും. പക്ഷെ സാർ ഇത് ഒട്ടും ബോറടിക്കുന്നതായിട്ടല്ല. ബട്ട് വി വുഡ് ഓൾ ലവ് ടു ഹിയർ ദി എക്സ്പീരിയൻസസ്. പക്ഷെ സാർ ഇത് വേറെ ദിവസം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ഓഫ് ദാറ്റ്, ഇത്രയും ഒരു മനോഹരം ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന മൂവി ഭാഗമായിട്ട് താങ്ക് യു സോ വെരി മച്ച്. ഐ റിക്വസ്റ്റ് യു ടു സ്റ്റേ ബാക്ക് ബിക്കോസ് വി ആർ ഗോയിങ് ടു ഇൻവൈറ്റ് ദ മാൻ ബിഹൈൻഡ് ദ മാജിക്, മാൻ വിത്ത് ദ മിഡാസ് ടച്ച്. അക്ഷരാർത്ഥത്തിൽ അതാണ് ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വിശേഷണം. കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഓർക്കുക, അതിനോടൊപ്പം സാമ്പത്തിക വിജയം നേടുക. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കഴിവുള്ള അപൂർവത്തിൽ അപൂർവമായ ഒരു സംവിധായകനാണ് അദ്ദേഹം. Ladies and gentlemen, with a huge round of applause, let us welcome on stage the king of experimental cinema, the master of chaos, the one and only Lijoo Jose Pelliശ്ശേരി. നമസ്കാരം. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പഠനം ചെയ്തപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നമ്മളൊപ്പം ഷെയർ ചെയ്യാമോ? പ്രത്യേകിച്ച് ഇൻസിഡൻ്റായിട്ട് പറയാനില്ല. എൻ്റെ സിനിമ തന്നെയാണ് അനുഭവം. കണ്ടത് നിജം, കാണാത്തത് പോയി.
കണ്ടതെല്ലാം പൊയ്യെന്ന് ഇനി അത് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവം. അങ്ങനെയാണ് എനിക്ക് പറയുന്നത്. I'm sure sir would also ask something to the man behind the magic. ഞാനതിൽ പറഞ്ഞില്ലേ, ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റിന് കഥ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്ന ആ ആശയം ഒരു വലിയ കഥയായി മാറുകയാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ ഞാൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു ലാംഗ്വേജിൽ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനായാസം അത്. Thank you very much, sir. Thank you so very much. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.